വേറെ എന്താണ് നമ്മളിങ്ങനെ നിവർത്തിയില്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്താണ് നമുക്ക് സാലറിയിൽ വലിയ രീതിയിലുള്ളൊരു വർക്ക് ലോഡ് ഉണ്ട്. പക്ഷെ സാലറി അതിനനുസരിച്ച് ഇല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ എഴുതി വെച്ച എന്താണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതിനെക്കാട്ടി നല്ല സാലറി കൂടുതൽ കിട്ടും തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഹൈക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്, ഓർ 5x55 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് 3 കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് 5 ടെക്നിക്ക് എന്താണെന്നുള്ളതും, പിന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ളതും, നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും, പിന്നെ മൂന്നാമത്തത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പം കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളതുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻ്റ് അടിക്കുക. അതുപോലെ 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻ്റ് അടിക്കുക. അതായത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും ഈ വീഡിയോ, ഒന്നും കൂടി വിശ്വസിക്കാൻ വേണ്ടി. ഇപ്പോൾ ടെക്നിക്കുകൾ, ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബിലീഫ് വേണം കേട്ടോ. അതായത് ഇത് എന്താണ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉണ്ടാകും എന്ന് വിശ്വസിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. യാതൊരു രീതിയിലുള്ള ഡൗട്ടും അടിച്ചിട്ട് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ അതിൻ്റെതായ റിസൾട്ടുകളെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളിനി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലേക്ക് കിടക്കുകയാണ്. 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലേക്ക് കിടക്കുകയാണ്. അതങ്ങനെ ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. പിന്നെ സ്കൂളിൽ ഇമ്പോസിഷൻ എഴുതിയ ആളുകൾക്ക് അത്ര വലിയ ടാസ്ക് അല്ല അത് വളരെ നിസ്സാരമായ കാര്യമാണ്. മറ്റുള്ള ആളുകളോടും ഞാൻ പറയണം അങ്ങനെ ഹിമാലയൻ ടാസ്ക് ആയിട്ടൊന്നും കാണണ്ട. അപ്പം അത് 5 ദിവസം എഴുതണം, തുടർച്ചയായിട്ട് 5 ദിവസം എഴുതണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ എന്താണ് ആദ്യമായി തന്നെ ചെറിയ ഒരു ആഗ്രഹം എടുക്കുക. അത് എന്തുകൊണ്ട് അങ്ങനെ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഡൗട്ടാണ്, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതിന് ഞാൻ അർഹനാണോ, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പം എന്താണ് നിങ്ങളൊരു ചെറിയ ആഗ്രഹങ്ങൾ എടുക്കുക. 5 ഡേയ്സ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. എത്ര തവണ? 55 തവണ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. 5 ഡേയ്സ് തുടർച്ചയായിട്ട് എഴുതണം. ഇതാണ് 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. കുറെ പേർക്കൊക്കെ അറിയാൻ മതിയാവും, കുറെ പേര് ചെയ്യുന്നുണ്ടാവും. അറിയാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചില സമയങ്ങളിൽ ഇപ്പൊ എന്താ ഒരു 30 25 എഴുതി പിന്നെ വന്നിട്ട് ഉച്ചയ്ക്ക് എഴുതുക, അങ്ങനെ ഒന്നും നിങ്ങൾ എഴുതരുത്. മോർണിംഗ് എഴുതുന്നതായിരിക്കും ബെറ്റർ. വേണമെങ്കിൽ 5 മണിക്ക് അല്ലെങ്കിൽ 5:55 അങ്ങനെയൊക്കെ ടൈം വെച്ച് വേണമെങ്കിൽ എഴുതിക്കോളൂ. പക്ഷെ ഞാൻ മോർണിംഗ് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്തതെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസിൽ എനിക്ക് സാലറി അത്ര ഇല്ലായിരുന്നു, കുറഞ്ഞ സാലറിക്കായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്കറിയാം, കാരണം ഞാൻ ആ സാലറിക്ക് അർഹമായിട്ടുള്ള ഒരാളല്ല, കുറച്ചും കൂടി സാലറി എന്തായാലും കിട്ടേണ്ട ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. അപ്പം കുറച്ച് കാലം ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ റിസൈൻ ചെയ്തു. വേറെ കുറെ കാരണങ്ങൾ കൊണ്ടൊക്കെ റിസൈൻ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് വർക്ക് ഇല്ലാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണല്ലോ നമ്മൾ ഇതിനെ പറ്റിയിട്ട് തിരയൊക്കെ ചെയ്യുക, എന്താണ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ തിരയാണല്ലോ. അപ്പൊ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് ഞാൻ ഇതുപോലെ എന്ത് ചെയ്തു, ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. എനിക്ക് ഇത്ര എമൗണ്ട് എന്താണ് സാലറി കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതിയത് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, അങ്ങനെ കുറച്ച് എഴുതും പിന്നെ എഴുതൂല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയും ഇരുന്ന് ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ കറക്റ്റായ എമൗണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ എമൗണ്ട് എഴുതി, ഇങ്ങനെ ഇത്ര എമൗണ്ട് എനിക്ക് സാലറി മാസം കിട്ടിയതിന് നന്ദി, അതായത് കിട്ടിയതായിട്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വിഷ്വലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സാലറി കിട്ടുന്നതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഞാൻ എഴുതിയപ്പം എൻ്റെ മൈൻഡിൽ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്തതിൽ കൂടുതൽ സാലറി കിട്ടാനുള്ള ആളാണെന്ന് എനിക്ക് അറിയാം. അത് ഞാൻ എഴുതുമ്പോഴും എനിക്കറിയാം. പക്ഷെ ആ എഴുതിയൊരു ആ സാലറിക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ ഈ കറക്റ്റ് ഇപ്പോൾ എഴുതി വെച്ചാൽ കിട്ടും, അങ്ങനെ ചെറിയൊരു ഡൗട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഞാനിതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, സാലറി കിട്ടണമൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ എക്സാക്ട് എമൗണ്ട് ഒന്നല്ല ഞാൻ വിഷ്വലൈസ് ചെയ്തത്, ഇതിനെക്കാട്ടി കുറച്ച് കൂടുതൽ സാലറി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ആദ്യം വർക്ക് ചെയ്തതിനെക്കാട്ടി കൂടുതൽ സാലറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി, അങ്ങനെ ഞാനിത് വിട്ടു. പിന്നെ നിങ്ങൾ 5 ദിവസം, ഞാൻ പറഞ്ഞല്ലോ 5 ദിവസം 55 തവണ മോർണിംഗ് ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് എഴുതി, പിന്നെ എന്താണ് അത് വിട്ടിട്ട് എന്താണ് കുറേ ടൈം ഇങ്ങനെ കഴിഞ്ഞു, ഒരു 1 മന്ത് ഒക്കെ ആണെന്ന് തോന്നുന്നു. 1 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താണ് ഒരു സ്ഥാപനത്തിൽ ഇതേപോലെ വർക്ക് ചെയ്യാൻ എന്താണ് ഞാനപ്പോൾ സാലറി നോക്കിയപ്പോൾ എന്താണ് അതിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തതിനെക്കാട്ടി നല്ല രീതിയിൽ സാലറി ഹൈക്ക് വന്നു. പക്ഷെ എന്താണ് ഞാൻ എഴുതിയ ആ എക്സാക്ട് എമൗണ്ട് അല്ല, അതിന്ന് ചെറിയ രീതിയിൽ എന്താണ് ചെറിയൊരു വ്യത്യാസം അതിൽ വന്നു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, ആ എമൗണ്ട് ഒക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് ഒക്കെ കിട്ടുമോ എന്നൊരു ഡൗട്ട് എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ അത് അതിന്റെ ഏകദേശം എടുത്താണ് സാലറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മൾ വിട്ടു. പിന്നെ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 5 ദിവസം എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് വിട്ടേക്കൂ. അത് ഒന്നുകിൽ നിങ്ങൾക്ക് അത് കത്തിച്ച് കളയാം എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാത്ത രീതിയിൽ വെക്കാം. കാരണം നിങ്ങൾ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്തേക്കും, അത് വിട്ടേക്കാം. ഞാനും അങ്ങനെ കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഓർമ്മയില്ല, ഞാൻ വേറെ കാര്യങ്ങളിലായിട്ട് തിരിഞ്ഞു പോയി. പിന്നെ എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ അങ്ങനെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് മുൻപൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എഴുതി വെക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അത് എന്തുകൊണ്ടാണ് നടക്കാഞ്ഞെന്ന് എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, പിന്നെ ഞാൻ ഓരോ ഇങ്ങനെ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് എന്തുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ച അന്നത്തെ കാര്യങ്ങളൊന്നും നടക്കാണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചു. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് അറിയുന്നു, കാരണം ഞാൻ അതിന് ആ സമയത്തൊന്നും അർഹയല്ല എന്നുള്ളത്, എനിക്കത് റിസീവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഒന്നും എനിക്കില്ല എന്നുള്ളത് എന്താണ് എനിക്ക് തന്നെ അറിയാം. കാരണം എന്നെ സംബന്ധിച്ച് അത് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് തന്നെ അറിയാം അത് എനിക്ക് കിട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാനിതിങ്ങനെ എഴുതി വെക്കും. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണ്, ഞാനത് റിസീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്കത് അന്ന് കിട്ടാതെ പോയത്. അതിപ്പോഴാണ് എനിക്കിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പം ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ 5-5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്തൊരു എനിക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കുക. വേറെ ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്, എനിക്കൊന്നും പിന്നെ വേറെ എന്താണ് നമ്മളിങ്ങനെ നിവർത്തിയില്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്താണ് നമുക്ക് സാലറിയിൽ വലിയ രീതിയിലുള്ളൊരു വർക്ക് ലോഡ് ഉണ്ട്, പക്ഷെ സാലറി അതിനനുസരിച്ച് ഇല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ എഴുതി വെച്ച എന്താണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു, അതിനെക്കാട്ടി നല്ല സാലറി കൂടുതൽ കിട്ടും തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഹൈക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ എഴുതിയ എക്സാക്റ്റ് എമൗണ്ട് അല്ല വന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഡൗട്ട് അടിച്ചത് കൊണ്ടാണ് എന്ത് ആ കറക്റ്റ് എനിക്ക് എമൗണ്ട് കിട്ടാൻ. കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കറക്റ്റൊക്കെ എമൗണ്ട് എഴുതി വെച്ചാൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് 5-5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. അപ്പം നിങ്ങൾ എന്താണ് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ ആ കറക്റ്റ് സമയത്ത് തന്നെ എഴുതാൻ നോക്കുക. ഇപ്പം രാവിലെ നിങ്ങൾ 5 മണിക്കാണ് എണീറ്റ് എഴുതണമെങ്കിൽ എന്താണ് നിങ്ങൾ പിറ്റേന്നും രാവിലെ ആ 5 മണിക്ക് തന്നെ എഴുതാൻ നോക്കുക. പിന്നെ എഴുതി വിട്ട് ഇങ്ങനെ ഒരു 20-30 ഒന്ന് എഴുതി 25 ഒക്കെ എഴുതി അങ്ങനെ വിട്ട് പിന്നെ വന്നിട്ടൊന്നും എഴുതാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അതും പിന്നെ അതിൽ വെട്ടും തിരുത്തും ഒന്നും ആക്കി എഴുതാൻ നിൽക്കരുത്. കറക്റ്റ് നിങ്ങൾ ആഗ്രഹം എന്താണോ അത് വലിയ എസ് ഒന്നും ആക്കി എഴുതാണ്ട് ഒറ്റ ഒരു ഇതിൽ അത് കിട്ടിയതിന്, അതായത് എന്താണ് നമുക്കത് കിട്ടിക്കഴിഞ്ഞു, ആ കിട്ടിക്കഴിഞ്ഞതിന് എന്താണ് നന്ദി എന്ന് പറയാം. പിന്നെ നമ്മൾ മൈൻഡിൽ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ അതിനെക്കുറിച്ചിട്ട് ടെൻഷനോ ഒന്നും പാടില്ല, അത് വിട്ടേക്കുക, അത് അതിൻ്റെതായ രീതിയിൽ വന്നോളും. അതാണ് ഓക്കെ. അപ്പം നിങ്ങൾക്ക് 5-5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാണ്ടിരിക്കുക എപ്പോഴും, എൻ്റെ അസുഖം മാറിയതിന് നന്ദി, അങ്ങനെ എഴുതാണ്ടിരിക്കുക. അതായത് ഈ അസുഖം എന്ന് പറയുന്ന സംഭവത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്നും അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ഇതിലേക്ക് മാക്സിമം വരാണ്ട് ഇരിക്കുക. അതായത് ഇങ്ങനെ എഴുതേണ്ടത്, പകരം ഇങ്ങനെ എഴുതുക, എന്താണ് ഞാൻ പൂർണ്ണ ആരോഗ്യവതി ആയതിന് നന്ദി, ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നതിന് നന്ദി, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. അതുപോലെ റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം, ഞാൻ എന്താണ് അയാളുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടോ നല്ല റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നതിന് നന്ദി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് ഒരു വെട്ടലും തിരുത്തലുകളും ഒന്നും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. അത് വലിയ എസ് ഒന്നും ആക്കരുത്,
ചെറിയൊരു സെന്റൻസിൽ അത് ഒതുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ സഹായിക്കട്ടെ. അയ്യോ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിതിൽ ഇത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷനും കൂടി ചെയ്തിട്ട് ഇത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കും. അതായത് കുറച്ചുകൂടി നമുക്ക് എന്താണ് ഈസി ആവും കേട്ടോ. അതിലേക്ക് ഞാൻ എപ്പോഴും അത് ചെയ്യുമ്പോഴൊക്കെ മുൻപൊക്കെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ സോറി, ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.